നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 സെപ്റ്റംബർ മാസത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. തൃക്കേട്ട നക്ഷത്രം എന്ന് പറയുമ്പോൾ വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമത്തിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത്. ദശാസംബന്ധമായിട്ട് ദോഷസമയം കൂടിയാണെങ്കിൽ വളരെ ദോഷങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ദശാസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിൽ ചാരവശാലുള്ള ഫലങ്ങൾക്ക് അത്ര പ്രാധാന്യമില്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഈ ജാതകപ്രകാരം കർമാധിപതി നിപുണായോഗം ചെയ്ത് ലാഭസ്ഥാനത്തേക്ക് കാരണം തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിയെടുക്കുന്നവർക്കും നല്ല സമയമായിട്ടാണ് കാണുന്നത്. നിപുണായോഗം ഉള്ളത് കാരണം നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കുന്ന ഒരു സമയമാണ്. ലഗ്നാധിപതി ലഗ്നാൽ 12 നിൽക്കുന്ന കാരണം കൊണ്ട് വീട് വിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റുള്ളവർ അപ്രിയമായിട്ട് സംസാരിക്കുന്നത് കേൾക്കുക, വീഴ്ച സംഭവിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങൾക്കും യോഗമുള്ളത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് 4-ാം ഭാവത്തിൽ രാഹുവാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ടെൻഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, കൈകൾക്ക് വേദന, കാലിന് മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ്. പ്രത്യേകിച്ചും 5-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം കൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുള്ള സമയമാണ്. എങ്കിൽ പോലും തൊഴിലിൻ്റെ കാര്യത്തിൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. ചിലവ് കുറച്ച് അധികരിക്കാനുള്ള സാധ്യതയുള്ള സമയമായതുകൊണ്ട് ചിലവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നത് അഷ്ടമേ ഹരതോ ബാലിയെന്ന്, നമുക്ക് മനസ്സറിയാത്ത കാര്യത്തിലാണ് നമുക്ക് തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതേപോലെ തന്നെ 5-ാം ഭാവത്തിൽ ശരി നിൽക്കുമ്പോൾ അലസത ഉണ്ടാകുക, നിരാശ ഉണ്ടാകുക, ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള മനസ്സിനെ പുറകോട്ട് വലിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ തന്നെ 4-ാം ഭാവാധിപതി ബുധൻ്റെ ദൃഷ്ടിയിലും സൂര്യൻ്റെ ദൃഷ്ടിയിലാണ്. അപ്പോൾ ശത്രുദൃഷ്ടിയിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് വീടുമായിട്ട് ബന്ധപ്പെട്ട് വിഷയങ്ങൾ വരാതെ ഇരിക്കാനായിട്ടൊക്കെ നാഗപൂജ ചെയ്യുന്നത് നല്ലതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും വിദേശത്തോ അന്യദേശത്തോ പോയി തൊഴിലെടുക്കാനായിട്ട് പറ്റുന്ന ഒരു സമയമാണ്. വീട് മാറ്റം, അതുപോലെ തന്നെ തൊഴിലിൽ മാറ്റസ്ഥാനം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും കൂടി യോഗമുള്ള ഒരു സമയമാണ്. ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ പോലും സർവാഭിഷ്ട സ്ഥാനത്താണെങ്കിൽ പോലും ബാധാസ്ഥാനത്ത് നിൽക്കുന്ന കാരണം ഭാര്യയ്ക്ക് എന്തെങ്കിലും ചില്ലറ രോഗാവസ്ഥ കാര്യങ്ങളുള്ളത് കൊണ്ടോ മാനസികമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ കൊണ്ടുള്ള മാനസികമായ ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. കുടുംബ സംബന്ധമായിട്ട് തറവാട് സ്വത്ത് സംബന്ധമായിട്ടൊക്കെ കുറച്ച് മാനസികമായ ടെൻഷനുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. കേസോ അതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഈ സമയത്ത് അത്ര അനുകൂലമായിരിക്കുന്ന രീതിയിൽ ഫലം കിട്ടാനുള്ള സാധ്യത കാണുന്നില്ല. അത് കാരണം കൊണ്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത അർച്ചന എന്നീ വഴിപാട് ചെയ്യണം. അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. നാഗപൂജ ചെയ്യണം. അതേപോലെ വീഴ്ച പോലുള്ള കാര്യങ്ങൾ, പെരുദോഷം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതിരിക്കാൻ ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.